സുപ്രീം കോടതിയുടെ പല വിധികളും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനും ഭാരതീയ സംസ്കാരത്തിനും പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശ്വാസധാരകൾക്കും എതിരാണ് എന്ന് പറയപ്പെടാറുണ്ട്. അത് നമ്മൾ സമീപകാലത്ത് വോക്കിസത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. വിവാഹം പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ സഹജീവിതം, ഒരുമിച്ച് ലിവിങ് ടുഗദർ, പിന്നെ സ്വവർഗരതി, ഇതിനെയൊക്കെ വെള്ളപൂശി നമ്മുടെ സംസ്കാരത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിലും നിരക്കുന്നതല്ല. അങ്ങനെ ഒരുപാട് ഈ ലിബറൽ, ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയുന്ന വിധികൾ പറഞ്ഞ് നമ്മുടെ കോടതി ഒരുപാട് വിമർശനം നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആർക്കും രുചിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ കോടതി ഇങ്ങനെയൊക്കെ പറയാമെന്ന്. ഇപ്പോൾ കുട്ടികൾ കൗതുകം കൊണ്ട് പലതും ചെയ്യും. അതൊക്കെ അങ്ങ് ക്ഷമിച്ചേക്കണം. അത് ലൈംഗിക വൃത്തിയാണെങ്കിലും ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി നമ്മളെ ഞെട്ടിക്കുകയാണ്. അതിന് സുപ്രീം കോടതി പറയുന്നൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇവർ ചില ലോക തത്വങ്ങൾ ഇതിനിടയ്ക്ക് സുപ്രീം കോടതികളുടെ ഇടയ്ക്ക് പറയാറുണ്ട്. ചിലക്ക് പ്രേമം വിശുദ്ധമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതെങ്ങനെയാണത് വിശുദ്ധം എന്ന്? ഇവർ സ്നേഹം എന്ന സങ്കല്പത്തിലാണ് വിശുദ്ധി എന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ സാധനം വിശുദ്ധമാണ്, അല്ലെങ്കിൽ ലൈംഗിക ബന്ധം വിശുദ്ധമാണ് എന്ന്. ലൈംഗിക ബന്ധവും വിശുദ്ധവുമാകാം, അശുദ്ധവുമാകാം. ഏത് മനുഷ്യകർമ്മവും വിശുദ്ധവും അശുദ്ധവുമാകാം. അതൊരു വസ്തുതയാണ്. അപ്പോൾ വിശുദ്ധം ആയിട്ട് കാണണം, ഈ കൗമാരക്കാരുടെ പ്രണയലീലകളെ വിശുദ്ധമായി കാണണം എന്നാണ് കോടതിയുടെ ഒരു സമീപനം. സത്യത്തിൽ വല്ലാത്ത ഞെട്ടിക്കുന്ന കാര്യം അല്ലേ? അങ്ങനെയല്ല. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ പോയി നിൽക്കും, കുടുംബം, മാതൃത്വം, കുട്ടികൾ എന്നൊക്കെ പറയാം. അത് എവിടെ പോയി നിൽക്കും എന്നാലോചിക്കണം. കോടാനുകൂടി കുട്ടികളുള്ളൊരു രാജ്യത്ത്, കോടാനുകൂടി ഉണ്ടല്ലോ, 140 കോടി ജനങ്ങളിൽ എത്ര കോടി കുട്ടികളുണ്ടാവും? ഒരു 40 കോടി, 40 കോടിയെങ്കിലും കുട്ടികളുള്ള ഒരു രാജ്യത്ത് അതിൽ 5-10 പേര്, അല്ലെങ്കിൽ ഒരു 2% പേരായിരിക്കാം ഈ രീതിയിൽ കൗമാരകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. ആ 2% പേർക്കോ 1% പേർക്കോ വേണ്ടി ഒരു നിയമം പൊതുവിലുണ്ടാക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അവിടെയാണ് ഇതിൻ്റെ അപകടം. ഇത് കാരണം യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി എന്ന് ഇവർ പറയുന്നൊരു കാര്യം നിയമത്തിന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലായിടത്തും വേണ്ടി വരും. നാളെ അതൊരു അവകാശമായിട്ട് മാറിയാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സുനിൽ പറഞ്ഞ പ്രശ്നത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, 14 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ ലൈംഗികമായി ഉപയോഗിച്ചിട്ട് അവളെ ഗർഭിണിയാക്കി. കുറേ കഴിഞ്ഞപ്പോഴേക്കും അവർ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടി കോടതിയെ സമീപിച്ചു. തൻ്റെ ഭർത്താവിന് ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ പാടില്ല, കൗമാര കൗതൂഹലത്തിൽ സംഭവിച്ചതാണ്, അതിനെ ഞങ്ങൾ 2 പേരും സഹിച്ചു. ഇതാണ് വാദം. അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ബഹുമാനപ്പെട്ട കോടതി ഇത് കുറ്റകൃത്യമായി കാണരുത്. സ്വാഭാവികമായിട്ടും നിലവിലുള്ള നിയമം അനുസരിച്ച് ഇത് പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യമാണ്. ആ പോക്സോ നിയമം നമ്മുടെ സമൂഹത്തിൽ വരാനുള്ള കാരണം കൂടി നോക്കണം. 4 വയസ്സുള്ള പെൺകുട്ടി വരെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന അവസ്ഥ വരുന്ന ഒരു രാജ്യത്താണ് പോക്സോ നിയമം വന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഗൗരവം ജഡ്ജിമാരാണെങ്കിലും കാണണം, കോടതിയും അതിൻ്റെ ഗൗരവം കുറച്ച് കാണരുത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പ്രമുഖ അഭിഭാഷകമാർ എന്തോ ആയിക്കോട്ടെ, 2 വനിതാ വക്കീലന്മാരെ ചുമതലപ്പെടുത്തി. അതാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പേര് കേട്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു, ലിസ് മാത്യു. 2 മാധവി ദിവാൻ. ഇവർ പോയിട്ട് ഇതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ചു എന്നാണ് പറയണത്. പഠിച്ചിട്ട് അവരൊരു റിപ്പോർട്ട് കൊടുത്തു. അവർ ശുപാർശ ചെയ്തേക്കണം എന്താണെന്ന് വെച്ചാൽ, ഇതിനെ 2ഉം 2ആയി കാണണം എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ കുട്ടികളാണ്, അതുകൊണ്ട് കൗമാര കൗതൂഹലമാണ്. ആ കൗമാരക്കാർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന കൊടുത്തിട്ട് ഇതിൽ നിന്ന് മാറ്റി ഇവർക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കണം എന്നാണ് വാദിച്ചിരിക്കുന്നത്.
കോടതി ആ റിപ്പോർട്ടൊക്കെ വായിച്ച് വളരെ ആഹ്ലാദചിത്തരായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടേക്കാണ്, നിങ്ങൾ ഇതിന് വേണ്ട നിയമം നിർമ്മിക്കാൻ പറഞ്ഞേക്കാണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. കാരണം 14 വയസ്സിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, കൗമാരക്കാരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും തന്മൂലം ഗർഭിണികൾ ആക്കപ്പെടുന്നതും കുറ്റകരമല്ല എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ 18 വയസ്സ് പെൺകുട്ടിക്ക് കഴിയണം എന്ന് പറയുന്നതിന് എന്ത് ന്യായമുണ്ട്? ശരിയാണ്. ഈ അനോമലി മുമ്പുണ്ടായിരുന്നു. വിവാഹപ്രായം 18 ആയിരിക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കൺസെൻറ്റ് കൊടുക്കാനുള്ള പ്രായം മുമ്പ് 16 വയസ്സായിരുന്നു. അപ്പോൾ തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. 16 വയസ്സ് കഴിഞ്ഞാൽ കൺസെൻറ്റ് കൊടുക്കാം, കല്യാണം കഴിക്കാൻ 18 വേണം. അപ്പോൾ ബാക്കി 2 വർഷം ഇവരെന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, ഇത് ഈ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യം, ഇത് വലിയ സാമൂഹികമായി വലിയ ആഘാതം ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു കാര്യം. ഇത് 1, 2, 3 പേരുടെ അല്ലെങ്കിൽ 1% വരുന്ന മൊത്തം ജനസംഖ്യയുടെ 1% പേരുടെ ലൈംഗിക ആസക്തിയിൽ നിന്ന്, കൗമാര കൗതൂഹലത്തിൻ്റെ ലൈംഗിക ആസക്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഇതിനെ സ്വാഗതം ചെയ്യാൻ ഇവിടെ ആളുണ്ടാവും സാർ. കാരണം ചെറിയ പ്രായത്തിൽ കുട്ടികളെ കല്യാണം കഴിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഒരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോടതി ഇത് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും കോടതി അങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ല, മാത്രമല്ല സാർ, നമ്മൾ നോക്കേണ്ടത്, സാറ് പറഞ്ഞില്ലേ, ആഗോള തലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് പാശ്ചാത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കും. എന്നാൽ നമ്മുടെ സംസ്കൃതി എന്താണ്, നമ്മുടെ നാട്ടിലെ പാരമ്പര്യം എന്താണ്, ഭാരതീയത എന്താണെന്ന് നോക്കാൻ പലപ്പോഴും കോടതികൾ വൈമുഖ്യം കാട്ടുന്നു. അല്ല, അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിയമം ഒരു കോണ്ടെക്ച്വൽ എൻറ്റിറ്റിയാണ്, യൂണിവേഴ്സൽ എൻറ്റിറ്റി അല്ല. ഇറ്റ്സ് എ കോണ്ടെക്ച്വൽ എൻറ്റിറ്റി. ഏത് നിയമവും ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. ആ കോണ്ടെക്സ്റ്റ് ഇല്ലെങ്കിൽ ആ നിയമമില്ല. അതെ, ആ കോണ്ടെക്ച്വൽ എൻറ്റിറ്റി ആയിട്ട് ആ നിയമം വരുമ്പോൾ ഇന്ത്യയിലെ നിയമങ്ങൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടതാണ്. അതിന് പകരം ഇപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പോകുന്നത് UK അങ്ങനെയുണ്ട്, ജർമ്മനിയിൽ ഇങ്ങനെയുണ്ട്, അമേരിക്കയിൽ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിങ്ങളൊക്കെ നിയമം പഠിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ പഠിച്ച ജൂറിസ്പ്രൂഡൻസ് ആരുടെയാണ്? അതിനകത്ത് തോമസ് ഹോബ്സ് ഉണ്ട്, ജോൺ ലോക്ക് ഉണ്ട്, പിന്നെ ബെന്താമുണ്ട്, ഹോബ്സ്, ലോക്ക്, റൂസോ ഉണ്ട്, ഇല്ലേ? ഉണ്ട്. നിങ്ങൾ ആരും തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ജൂറിസ്പ്രൂഡൻസ് പഠിച്ചിട്ടില്ല. നമ്മൾ ആംഗ്ലോ സാക്സൺ സിസ്റ്റമാണ്, നമ്മൾ ആംഗ്ലോ സാക്സൺ സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ സാധനം. അതിന് മുൻപ് ഉണ്ടായിരുന്ന വെച്ചാൽ റോമൻ ജൂറിസ്പ്രൂഡൻസ് ഉണ്ട്. ആ റോമൻ ജൂറിസ്പ്രൂഡൻസിന് മുൻപായിട്ട് ഗ്രീക്ക് ജൂറിസ്പ്രൂഡൻസ് ഉണ്ട്. ഗ്രീക്ക് ജൂറിസ്പ്രുഡൻസിലാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്ന സങ്കല്പം വരുന്നത്. അത് കഴിഞ്ഞ് റോമൻ ജൂറിസ്പ്രൂഡൻസിലേക്ക് വരുമ്പോഴാണ് ഈ സെക്കുലർ എന്നൊരു സങ്കല്പം നിയമത്തിന് വേണം എന്ന് വന്നത്. അതിനെ എല്ലാത്തിനെയും കൂടി വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ 3 പേര്, ഈ മറ്റേ ലോക്ക്, ജോൺ ലോക്ക്, ദെൻ ജാക്യൂസ് റൂസോ ആൻഡ് തോമസ് ഹോബ്സ്, ലോക്ക്, റൂസോ, ബെന്താം, ഈ 4 പേര് ചേർന്നിട്ട് രൂപപ്പെടുത്തിയ യൂറോസെൻട്രിക് ജൂറിസ്പ്രൂഡൻസ് അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വായിച്ചു പോകുന്നവർക്ക് അറിയാൻ പറ്റും, അത് ശുദ്ധ അസംബന്ധങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആവശ്യമില്ലാത്തൊരു ടെക്സ്റ്റാണത്. അല്ല, അസംബന്ധങ്ങളാണ് അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മോറൽ ലോയും സ്റ്റേറ്റ് മെയ്ഡ് ലോയും 2 ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ നിയമങ്ങൾ, സിവിലും ക്രിമിനലുമായ നിയമങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും മോറൽ ഡയമെൻഷൻസ് ഉണ്ട്. മോറൽ ഡയമെൻഷൻസ് ഇപ്പോൾ കൊല്ലരുത്, ലീഗൽ ഡയമെൻഷനുണ്ട്, മോറൽ ഡയമെൻഷനുണ്ട്. ഇത് രണ്ടും ഉള്ളതാണ്. അപ്പോൾ അതിനാൽ നിങ്ങൾ ഈ മൊറാലിറ്റിയിൽ നിന്ന് മാറ്റി, സദാചാര വ്യവസ്ഥയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിയമവ്യവസ്ഥ മാത്രമായി കാണണം എന്ന് പറയുമ്പോൾ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ആന്തരികമായ അംശം ഒരിക്കലും ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല. ഇതിനൊരു ആന്തരിക ലോകമുണ്ടല്ലോ. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ച് കൊല്ലുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ നടക്കുന്ന ആന്തരികമായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ ഒരിക്കലും കണക്കിലെടുക്കുന്നില്ല. ഇതിപ്പം ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ വേണ്ട. ഈ പ്രശ്നമാണ്
ഡോസ്റ്റോവസ്കി എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ നോവലിൽ ട്രീറ്റ് ചെയ്യുന്ന കാര്യം ഇതാണ്. പക്ഷെ അത് ഒരളവ് വരെ പാലിക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരണം. കാരണം നമ്മളൊരു ആക്ട് ചെയ്യുമ്പോൾ മെൻസറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ പരിഗണിക്കണമെന്ന് ജൂറിസ്പ്രുഡൻസിൽ പറയുന്നുണ്ട്, ക്രൈമിലും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു കുട്ടിയെ ഒരു 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് താഴത്തോട്ടിട്ടു, കുട്ടി മരിച്ചു, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്. പക്ഷേ ഒരു കുട്ടിയെ കെട്ടിടത്തിന് തീ പിടിച്ചു, ഈ കുഞ്ഞിനെ രക്ഷിക്കണം, സ്റ്റെയർ വഴി ഓടാൻ പറ്റില്ല, അപ്പം ഞാൻ ഈ കുഞ്ഞിനെ എടുത്ത് താഴേക്കിടുന്നത് തൊട്ടടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് വീഴുമെന്ന് എഴുതിയിട്ടാണ്. പക്ഷേ കുളത്തിൻ്റെ വക്കിലാണ്, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ പോണ്ടിൻ്റെ വക്കിലാണ് വീട്, കുട്ടി മരിച്ചുപോയി. അല്ല അത് അപ്പോൾ ഞാൻ കുറ്റവാളിയല്ല, മെൻസറിയായില്ല. കാരണം അതെന്താ കാര്യം വെച്ചാൽ അത് ആ കോണ്ടെക്സ്റ്റിലെ ഇൻറ്റൻഷന് പ്രധാനമുണ്ട്. നിയമം കോണ്ടെക്സ്റ്റുവലാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്, അല്ലാണ്ട് യൂണിവേഴ്സൽ അല്ല. അത് കോണ്ടെക്സ്റ്റുവലായിട്ട് വരുന്ന സമയത്ത് ഒരു കോണ്ടെക്സ്റ്റിൽ ധാർമ്മികത കൂടി അടിസ്ഥാന പ്രശ്നമാണ്. ഏത് കോണ്ടെക്സ്റ്റിലും മനുഷ്യൻ ജീവിക്കുന്ന ഏത് കോണ്ടെക്സ്റ്റിലും ധാർമ്മികത അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. അല്ല, ധാർമ്മികത എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കോടതികൾ ഇന്ത്യയുടെ ധാർമ്മിക മൂല്യങ്ങളാണ് എടുക്കേണ്ടത്, പടിഞ്ഞാറൻ മൂല്യങ്ങളാണ്? അല്ല, ഒരു സംശയവും വേണ്ട. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലായിരിക്കണം നിയമം. അതിന് ഇന്ത്യൻ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. 10,000 കൊല്ലം പഴക്കമുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥ നമുക്കുണ്ട്. അത് എത്രയോ വെൽ ഡിഫൈൻഡ് ആണ്. അതൊന്നും ഇവർ സ്വീകരിക്കാതെ കുറേ ന്യായാധിപന്മാർ വെറും വോക്കിസ്റ്റുകളായിട്ട് മാറുകയാണ്. സാർ, പറയാൻ എന്തിനാണ് പഠിക്കുന്നത്? അല്ല, അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇവരാരും അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ നിയമം പഠിച്ച ഒരാളാണ്, വിദ്യാർത്ഥിയാണ്, നിങ്ങളിത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നേരെ പോകുന്നത് ആംഗ്ലോ സാക്സൺ അതിലേക്ക് പോയിട്ട് അത് അങ്ങനെ തന്നെ ഇങ്ങ് എടുക്കണ്. റോമൻ ജൂറിസ്പ്രുഡൻസ് ഇങ്ങനെ പറഞ്ഞു, ഗ്രീക്ക് ജൂറിസ്പ്രുഡൻസ് അങ്ങനെ പറഞ്ഞു, അതിൽ നിന്ന് ഇതാ യൂറോസെൻട്രിക് ജൂറിസ്പ്രുഡൻസ് ഉണ്ടായിരിക്കുന്നു, അത് ലോകത്തെല്ലായിടത്തും ബാധകമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് തന്നെയല്ല നമ്മുടെ കോടതികൾ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ ലീഗൽ മാക്സിംസ് എന്നൊക്കെ എല്ലാം വൈദേശികമാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇതുപോലത്തെ ഒരു തിരുമണ്ടന ഈ ജെർമി ബെന്താം എന്ന് പറയുന്ന ഒരു തിരുമണ്ടന ലോകത്ത് കാണാൻ കഴിയില്ല. ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലഷർ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് ദ നോം ടു ഡിസൈഡ് റൈറ്റ് ആൻഡ് റോങ്. ഒന്ന്, നിങ്ങൾ പ്ലഷർ എയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഗ്രേറ്റസ്റ്റ് നമ്പറിലേക്ക് പോകില്ല, നിങ്ങളിലേക്ക് പോകുള്ളൂ. അതെ, നമ്മിലേക്ക് ചുരുങ്ങും. പിന്നെ അല്ലാതെ പിന്നെ ഞാൻ എൻ്റെ പ്ലഷർ എൻ്റെ മാക്സിമത്തിൽ എത്തിയാലല്ലേ എനിക്ക് നിങ്ങളുടെ പ്ലഷറിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പ്ലഷർ ഒരിക്കലും മാക്സിമത്തിൽ എത്തില്ല. അപ്പോൾ ഇയാളൊരു ഹിഡനിസ്റ്റാണ്. ആ ഹെഡനിസ്റ്റ് എന്നൊക്കെ എന്നുവെച്ചാൽ പ്ലഷർ കിട്ടുന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ സത്യം എന്ന സങ്കല്പത്തെയാണ് ഹെഡനിസം എന്ന് പറയുന്നത്. ആ പരമമായ സത്യം ഇയാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഉടനെ അംഗീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഖം മാത്രം നോക്കി ജീവിക്കുന്ന എന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ കഴിയുള്ളതാണ്. അങ്ങനെ ഒരു യുക്തിബോധവുമില്ലാതെ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും അവിടെ കേട്ടതുമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിയമത്തെക്കുറിച്ച് കുറേ പുലഭ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ജെർമി ബെന്താം എന്ന് പറയുന്ന കക്ഷി എന്നുള്ള കാര്യം അങ്ങേരുടെ ഫിലോസഫി പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലക്ക് അതിൻ്റെ ഒരു രോഷം സഹിക്കുക വയ്യാതെ കൂടിയാണ് ഞാനിതിപ്പോൾ പറയുന്നത്. ഏതായാലും നമ്മുടെ സുപ്രീം കോടതിയുടെ സമീപകാല വിധികൾ ശരിക്കും നമ്മുടെ സംസ്കൃതിയെ തകർക്കുന്ന തരത്തിലാണ് എന്ന് പറയാതെ തരമില്ല. അത് അങ്ങനെ തന്നെ പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.